ഇ ശ്രീധരന്റെ വേഗ റെയിൽ പദ്ധതി പരിഗണിക്കാനുള്ള സർക്കാർ ആലോചനയ്ക്കെതിരെ കേരയിൽ വിരുദ്ധ സമിതി പാരിസ്ഥിതികാഘാത പഠനം നടത്താതെ പദ്ധതിയുമായി മുന്നോട്ടു പോകരുതെന്ന് സമരസമിതി കൺവീനർ എസ് രാജീവൻ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് തയ്യാറായാൽ അദ്ദേഹത്തെ കാണുമെന്നും അല്ലെങ്കിൽ സിൽവർ ലൈനിൽ കണ്ടതുപോലെയുള്ള സമരം വീണ്ടും കാണേണ്ടി വരുമെന്നും എസ് രാജീവൻ പറഞ്ഞു. ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് കൊടുത്ത നിവേദനത്തിൽ ഞങ്ങൾ കേരളയിൽ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടതോടൊപ്പം തന്നെ ഞങ്ങൾ പറഞ്ഞൊരു സംഗതിയുണ്ട്. കേരളത്തിലെ യാത്രാ പ്രശ്നം പരിഹരിക്കുവാൻ നിലവിലുള്ള റെയിൽവേ 3ഉം 4ഉം പാത അത് അതിവേഗ പാതയായി പണിയണം. അതുപോലെ തന്നെ നിലവിലുള്ളതിൻ്റെ പോരായ്മകൾ പരിഹരിക്കണം എന്നുള്ളതാണ്. കേരളത്തിൻ്റെ സാമ്പത്തിക, പാരിസ്ഥിതിക, സാമൂഹ്യ അവസ്ഥ കൂടെ നമ്മൾ പരിശോധിക്കണം. ഇതിപ്പം DPR തയ്യാറാവണം, ഇതിൻ്റെ പാരിസ്ഥിതിക പഠനം നടത്തണം, സാമൂഹ്യാഘാത പഠനം നടത്തണം, ഒന്നും നടത്തിയിട്ടില്ല. ഞങ്ങളുടെ നിലപാട് ഇത് വയബിളല്ല എങ്കിൽ എന്ന് പറഞ്ഞാൽ അത് പാരിസ്ഥിതികമായോ സാമ്പത്തികമായോ സാമൂഹികമായോ പ്രത്യാഘാതമുണ്ടാക്കുന്നതാണെങ്കിൽ ഈ പറഞ്ഞ പോലെയുള്ള സ്റ്റാൻഡേർഡ് ഗേജ് സ്റ്റാൻഡ് അലോൺ ആണെങ്കിൽ ഞങ്ങൾ അതിനെതിരെ നിലപാടെടുക്കേണ്ടി വരും. മുഖ്യമന്ത്രി ഞങ്ങളുടെ നിവേദനത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇനി അദ്ദേഹം ഞങ്ങളുമായി ചർച്ച ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ കാണും. ഉപഭോക്താക്കളെക്കാൾ കൂടുതൽ ഇരകളെ സൃഷ്ടിക്കുന്ന ഒരു പദ്ധതി എന്ന നിലയിലാണ് നമ്മൾ സിൽവർ ലൈനെ എതിർത്തത്. ഇതും സമാനമായി തന്നെ വരാനാണ് സാധ്യതയെങ്കിൽ എതിർത്തേ പറ്റൂ. ഷിജോ കുര്യൻ വിവരങ്ങളുമായി. ഷിജോ, അത്ര പോസിറ്റീവായൊരു പ്രതികരണമല്ല. ഏതായാലും അങ്ങനെ കണ്ണടച്ച് അതിനൊപ്പം നിൽക്കില്ല എന്ന സൂചന അവർ ഇപ്പോൾ തന്നെ നൽകുകയാണ്. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പഠനം നടത്താതെ, ആഘാത പഠനം നടത്താതെയുള്ള ഒരു പദ്ധതിയെയും യോജിക്കാൻ കഴിയില്ല എന്ന് പറയുകയാണ്. അപ്പോൾ നിലപാട് കടുത്തതാണ്. അതെ അനുജ, നിലപാട് കടുത്തത് തന്നെയാണ്. ഈ പറയുന്ന കേരയിൽ വിരുദ്ധ സമരസമിതി അവർ നേരത്തെ ഈ സിൽവർ ലൈനിൽ ഏത് നിലപാടാണോ സ്വീകരിച്ചത് അത് തന്നെ അവർ ഇപ്പോഴും തുടരുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അവരുടെ അഭിമാന പദ്ധതിയായിട്ട് ഉയർത്തിക്കാട്ടിയ ഒന്നായിരുന്നു സിൽവർ ലൈൻ. അപ്പോൾ ഈ സിൽവർ ലൈൻ കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഈ പറയുന്ന കേരയിൽ വിരുദ്ധ സമരസമിതി വലിയ പ്രതിഷേധവുമായിട്ട് സെക്രട്ടറിയേറ്റിന് മുമ്പിലും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വലിയ പ്രതിഷേധമൊക്കെ തീർത്ത് നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെ ആ പദ്ധതിയിൽ നിന്ന് മാറി വന്ന സർക്കാർ, ഈ പറയുന്ന വി ഡി സതീശൻ സർക്കാർ, ആ പദ്ധതിയിൽ നിന്ന് ഇപ്പോൾ പൂർണ്ണമായിട്ട് അത് ഉണ്ടാവില്ല എന്ന് അറിയിക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഒരു അതിവേഗ റെയിൽ പാതയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആലോചനകൾ സർക്കാർ തലത്തിൽ നടന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ചില പഠനങ്ങളൊക്കെ മെട്രോമാൻ ഇ ശ്രീധരൻ നടത്തുകയും അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു റിപ്പോർട്ട്, ഒരു പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വി ഡി സതീശന് ഇ ശ്രീധരൻ നൽകുകയും ചെയ്തിരുന്നു. അത് ഇപ്രകാരമാണ് പറയുന്നത്. അതായത് തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ വരെയുള്ള ഏകദേശം 400 കിലോമീറ്റർ 3 മണിക്കൂർ 15 മിനിറ്റ് വേഗത്തിലെത്താൻ കഴിയുന്ന രീതിയിലുള്ള ഒരു അതിവേഗ റെയിൽ പാത കേരളത്തിൽ നടത്താൻ കഴിയും. അതുമായി ബന്ധപ്പെട്ടുള്ള DPR പൂർത്തിയായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. പാരിസ്ഥിതികാഘാത പഠനം പൂർത്തിയായി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ശ്രീധരൻ മുഖ്യമന്ത്രി വി ഡി സതീശനെ അറിയിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിലവിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 ആഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകാം എന്നുള്ള നിലപാട് മുഖ്യമന്ത്രി സ്വീകരിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കേരയിൽ വിരുദ്ധ സമരസമിതി അതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. നിലവിൽ കേരളത്തിലെ സാഹചര്യത്തിൽ വയബിളായിട്ടുള്ള ഒരു പദ്ധതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിലവിലത്തെ സാഹചര്യത്തിൽ അനുയോജ്യമായതെന്ന് പറയുന്നത് ഈ ബ്രോഡ് ഗേജ് സംവിധാനത്തിലുള്ള പാതയിലൂടെ തന്നെ പോവുക. നിലവിലുള്ള റെയിൽ പാത അത് ഇരട്ടിപ്പിച്ചുകൊണ്ട് അതിലൂടെ 200 കിലോമീറ്റർ വേഗതയിൽ പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക. ഈ വന്ദേ ഭാരത് ആ രീതിയിൽ പോകുന്നത് നമുക്ക് മുമ്പിൽ ഉദാഹരണമായിട്ടുണ്ട്. അപ്പോൾ ബ്രോഡ് ഗേജ് സംവിധാനത്തിൽ പോവുക, സ്റ്റാൻഡേർഡ് ഗേജിലേക്കോ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് എലോണിലേക്കോ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ പ്രതിഷേധം സിൽവർ ലൈനിൽ കേരളത്തിൽ എങ്ങനെ കണ്ടോ അതേ രീതിയിൽ തന്നെയുള്ളൊരു പ്രതിഷേധം കേരളത്തിൽ ഉണ്ടാകും എന്നുള്ളൊരു മുന്നറിയിപ്പാണ് സിൽവർ ലൈൻ അല്ലെങ്കിൽ കേരയിൽ സമരസമിതിയുടെ കൺവീനറായിട്ടുള്ള ഈ പറയുന്ന രാജീവൻ നൽകിയിട്ടുള്ളത്. ഒരു തരത്തിലും ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല. പ്രത്യേകിച്ച് പാരിസ്ഥിതിക ആഘാത പഠനം നടത്തണം, അതിനകത്ത് എത്രമാത്രം നഷ്ടം സംഭവിക്കുമെന്നറിയണം, ഇരകളെ കേൾക്കണം. അങ്ങനെ കൃത്യമായിട്ടുള്ള പഠനം നടത്തി അതിൻ്റെ വയബിലിറ്റി എല്ലാം പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുള്ളൂ എന്നുള്ള നിലപാടാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഈ പദ്ധതിയുമായിട്ട് സർക്കാർ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചാൽ വലിയ പ്രതിഷേധം ഉണ്ടാകും എന്നുള്ള മുന്നറിയിപ്പ് കൂടി. സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രതിഷേധം അത് അതേ രീതിയിൽ തന്നെ തുടരും എന്നുള്ള മുന്നറിയിപ്പാണ് കേരയിൽ വിരുദ്ധ സമരസമിതി നൽകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.